പൊതിച്ചോർ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഒടുവിലത്തെ ഡിവൈഎഫ്ഐക്കാരനും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് വരെ ആ പൊതിച്ചോർ എത്തും. മന്ത്രി എന്താണ് ഇന്നലെ പറഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാഭാവികമായി അണപൊട്ടി ഒഴുകിയ രാഷ്ട്രീയത്തിനതീതമായ ജനരോഷത്തിന്റെ മുമ്പിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തിരുത്തി. നമ്മളോട് കളിച്ചാ അവൻ കളി പഠിക്കും. അദ്ദേഹം മലക്കം മറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ അത് തിരുത്തിയെന്നോ മലക്കം മറിഞ്ഞെന്നോ ഒക്കെ പറയാം, യൂട്ടേണെന്ന് പറയാം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. വേണ്ട വേണ്ട വേണ്ട, സഖാവ് പറഞ്ഞിട്ടല്ലേ പോയത്, ഇപ്പൊ വിട്ടേക്ക്, പിന്നെ കാണാം. കുറച്ച് നാളായി ഈ റൈറ്റ് വിംഗ് പ്രൊഫൈലുകൾ ഈ പൊതിച്ചോറ് വിതരണത്തെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ചേർത്ത് വെച്ച് വായിക്കുന്നുണ്ട്. അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. മനസ്സിലായില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത മനുഷ്യർ, ഒരു നിവർത്തിയുമില്ലാത്ത മനുഷ്യർ, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത മനുഷ്യർ, ഓർമ്മയില്ലേ നമ്മുടെ കേരളത്തിലെല്ലാം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷയയച്ച് നടക്കുന്ന മനുഷ്യർ. കേരളത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തതായി ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞത് 26-ൽ വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നാൽ കേവല ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഹൃദയപൂർവ്വം പൊതിച്ചോറിനെ കാണേണ്ടത് അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഇത് യുണീക്കായി മാറുന്നത്? എനിക്കറിയില്ല. ഇത് പൊതിച്ചോറ് വാങ്ങുന്നവർ മാത്രമല്ല, ഭക്ഷണ വിതരണമല്ല ഇത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം.